നമസ്കാരം. കൃഷ്ണാരിമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരേ കൃഷ്ണപാദമനുഷ്യം ഹൃദി ഭാവയാമി. ഹരേ കൃഷ്ണപാദമനുഷ്യം ഹൃദി ഭാവയാമി. ഞാനിപ്പോൾ ഇത് എവിടെയാണ് നിൽക്കണേന്ന് എല്ലാവരും ആലോചിക്കണില്ലേ? ഇന്നിപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ശുചീന്ദ്രത്ത് വന്നിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 75 കിലോമീറ്റർ ദൂരത്തിലാണ് ശുചീന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ മലയാളികൾക്ക് തിരുവനന്തപുരം, കന്യാകുമാരി, ശുചീന്ദ്രം എന്നൊക്കെ പറഞ്ഞ ഒറ്റ പാക്കേജായിട്ട് നമ്മൾ തൊഴുതു വരാറുണ്ട് അല്ലേ. ശുചീന്ദ്രത്ത് മഹാദേവനാണ് കേട്ടോ. ഇവിടുത്തെ മഹാദേവന് അനേകം പ്രത്യേകതകളുണ്ട്. ഇവിടെ സ്ഥാണുമാലയൻ എന്നറിയപ്പെടുന്ന മഹാദേവനാണ്. എന്താണ് സ്ഥാണുമാലയൻ എന്ന് പറഞ്ഞാൽ? ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ 3 പേരുടെയും കൂടിയുള്ള സംഗമമാണ് സ്ഥാണുമാലയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. ബ്രഹ്മാവിനെ നമ്മൾ എപ്പോഴും നമ്മൾ പറയുമ്പോൾ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരെന്നാണ് പറയാറ്. എന്നാൽ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയോ? ബ്രഹ്മാവ് കഴിഞ്ഞാൽ പിന്നെ മഹാദേവനാണ്, അതിനുശേഷമാണ് മഹാവിഷ്ണുവിനെ പറയാറുള്ളത്. അപ്പോൾ സൃഷ്ടി, അത് കഴിഞ്ഞിട്ട് മഹാദേവനാണ്, പിന്നെയാണ് സ്ഥിതിയായിട്ടുള്ള മഹാവിഷ്ണുവിനെ പറയാറുള്ളത് അല്ലേ. ഇവിടെ മാത്രം കേട്ടോ. നമ്മൾ പറയുമ്പോൾ എപ്പോഴും സൃഷ്ടി, സ്ഥിതി, സംഹാരം അങ്ങനെയല്ലേ പറയാറുള്ളത്. എന്തായാലും അങ്ങനെയുള്ള സ്ഥാണുമാലയൻ എന്നറിയപ്പെടുന്ന മഹാദേവന്റെ ക്ഷേത്രത്തിന്റെ മുൻപിലാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ തൊഴുതു. ഇവിടെ അനേകം പ്രത്യേകതകളുണ്ട് കേട്ടോ. കുറേ ഉപദേവതാ പ്രതിഷ്ഠയുണ്ട്. ഉപദേവതയായിട്ട് മാത്രമല്ലാതെ മെയിൻ പ്രതിഷ്ഠയായിട്ട് മഹാദേവനെ ഇതുപോലെ 3 പേര് ഒറ്റ ശില്പത്തിൽ 3 തലകളായിട്ടാണ് കാണാൻ സാധിക്കുക. അതുപോരാതെ മഹാദേവനെ തനിച്ച് നമുക്ക് പ്രതിഷ്ഠയായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം പിന്നെ നമുക്ക് കാണാൻ സാധിക്കുക മഹാവിഷ്ണുവിനെയാണ്. മഹാവിഷ്ണുവിനെ ശ്രീധരനായിട്ട്, അതായത് ശ്രീ എന്നാൽ മഹാലക്ഷ്മി, ധര എന്ന് പറഞ്ഞാൽ ഭൂമി ദേവിയാണ്. ശ്രീധരനായിട്ട് ഇവിടെ കാണാം. അതായത് എന്താ പറയുക, ശ്രീദേവിയും ഭൂദേവിയും ഒരുമിച്ച് നിൽക്കുന്ന മഹാവിഷ്ണുവിനെയും നമുക്ക് കാണാനായിട്ട് മെയിൻ പ്രതിഷ്ഠയായിട്ട് കാണാൻ സാധിക്കും. ഇത് കൂടാതെ അനേകം ഉപദേവതാ പ്രതിഷ്ഠയുണ്ട് കേട്ടോ. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായ ഉപദേവത ആരാന്നറിയോ? നമ്മുടെ ഉണ്ണികൃഷ്ണൻ. 2 കൈയിലും വെണ്ണ പിടിച്ച് നിൽക്കുന്ന ഏതാണ്ട് ഒരു 1.5 വയസ്സുകാരനായിട്ടുള്ള കുഞ്ഞുണ്ണികൃഷ്ണനുണ്ട് ഇവിടെ ഈ ഒരു ഉപദേവതയായിട്ട് കേട്ടോ. എനിക്ക് വലിയ സന്തോഷം തോന്നി. എവിടെ എത്തിയാലും നമുക്ക് ഗുരുവായൂരപ്പനെയും ഉണ്ണികൃഷ്ണനെയും ഒക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. അതേപോലെ അനേകം പെരുമാൾമാർ ഉണ്ട്. ഈ പെരുമാളിനാണല്ലോ അവർ പറയുക. അനേകം ഉപദേവതാ പ്രതിഷ്ഠയിൽ പിന്നെ കാണാൻ സാധിക്കുന്നത് 36 അടിയോളം ഉയരത്തിലുള്ള ഹനുമാൻ സ്വാമിയാണ് കേട്ടോ. ഹനുമാൻ സ്വാമിക്ക് ഇവിടെ വടമാലയുണ്ട്, വെറ്റിലമാലയുണ്ട്, അതുപോലെ തന്നെ തുളസിമാലയുണ്ട്. ഈ തുളസിമാല ചാർത്തുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറാനാണ്. അതുപോലെ തന്നെ വെറ്റിലമാല ചാർത്തുന്നത് നമ്മുടെ അഭീഷ്ടകാര്യ സിദ്ധിക്ക് എന്നാണ് പറയാറുള്ളത്. പിന്നെ വടമാല ചാർത്തലുണ്ട്, വെണ്ണ ചാർത്തലുണ്ട്. 36 അടി ഉയരം എന്ന് പറയുമ്പോഴേ അത്ര വലിയ ഹനുമാൻ സ്വാമിയാണ്. പിന്നിലൂടെ കോണി വെച്ചിട്ട്, ഗോവണി വെച്ചിട്ട് അതിലൂടെ കയറിയിട്ടാണ് ഹനുമാൻ സ്വാമിക്ക് മാല ചാർത്തുന്നത് കേട്ടോ. അതുപോലെ ഗരുഡ പ്രതിഷ്ഠയുണ്ട് ഇവിടെ. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? പണ്ട് വനവാസ കാലത്ത് പാണ്ഡവരാലാണത്രേ ഈ ഒരു ക്ഷേത്രം ഇവിടെ പ്രതിഷ്ഠിച്ചത്. അങ്ങനെയാണ് അറിയപ്പെടുന്നത് കേട്ടോ. ശുചീന്ദ്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പാണ്ഡവർക്ക് അധികവും വനവാസം ആയിരുന്നല്ലോ. അവര് എന്താ പറയുക, സ്വദേശത്ത് നിൽക്കുന്ന കാലം വളരെ കുറവായിരുന്നല്ലോ. അപ്പൊ അനേകം പ്രതിഷ്ഠകൾ നമ്മുടെ കേരളത്തിൽ തന്നെ അനേകം പ്രതിഷ്ഠകളുണ്ട്. പഞ്ചപാണ്ഡവരാൽ പ്രതിഷ്ഠിതമായത് എന്ന് വിശേഷിപ്പിക്കുന്ന അനേകം ക്ഷേത്രങ്ങളുണ്ട് അല്ലെ. അതിലൊന്നാണ് ഇവിടെ കന്യാകുമാരിയിൽ സ്ഥിതി ചെയ്യുന്ന ശുചീന്ദ്രത്ത് കാണാൻ സാധിക്കുന്നത്. ഇത് മാത്രമല്ല, ഇവിടെ നല്ല വലിയൊരു ക്ഷേത്രക്കുളം ഉണ്ട് കേട്ടോ. പണ്ട് ഇവിടെ എത്തിയപ്പോൾ പാഞ്ചാലിക്ക് ദാഹം വന്നപ്പോൾ പാറ പൊട്ടിച്ച് ദാഹജലം നിർമ്മിച്ചു കൊടുത്തു അത്രേ ഭീമസേനൻ. അതിനോട് അനുബന്ധിച്ചാണ് ഈ ഒരു ക്ഷേത്രക്കുളം ഉണ്ടായതെന്ന് ഇവിടെ ദേശങ്ങളിലൊക്കെ പറയുന്നതായിട്ട് കേട്ടിരുന്നു കേട്ടോ. കണ്ണീർക്കുളം എന്നും കൂടി അറിയപ്പെടും ഈ ഒരു കുളത്തിനെന്ന് പറയുക. എന്തായാലും അതിവിശാലമായിട്ടുള്ളൊരു കുളമാണ് ഇവിടെ ഉള്ളത്. ആ കുളത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു പാറ കാണാനും ഉണ്ട് കേട്ടോ. മേ ബി അതായിരിക്കാം അങ്ങനൊരു കഥ ഇവിടെ പ്രചാരത്തിലുള്ളത്. അതിനെക്കുറിച്ച് എനിക്ക് അത്ര അറിയില്ല.
എന്തായാലും ഇവിടെ തൊഴുതപ്പോൾ വളരെയധികം സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ് ഇത്. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായത് എന്താണെന്നറിയോ, അനേകം ശില്പഭംഗിയുണ്ട് ഇതിനകത്ത്. അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. കാരണം ഇവിടെ അകത്തേക്ക് മൊബൈലോ അല്ലെങ്കിൽ ക്യാമറയോ ഒന്നും കൊണ്ടുപോകാനോ ഷൂട്ട് ചെയ്യാനോ അനുവദിക്കില്ല. അതുകൊണ്ട് ഞാൻ തൊഴുത് വന്നതിന് ശേഷം ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്ത് ക്ഷേത്രഗോപുരം കാണാൻ പാകത്തിന് നിന്നുകൊണ്ട് നിങ്ങളോട് പറയുന്നു എന്നേ ഉള്ളൂ. ഈ ക്ഷേത്രഗോപുരം കണ്ട പത്മനാഭസ്വാമിയുടെ ക്ഷേത്രഗോപുരം പോലെയൊക്കെ ഏതാണ്ട് അതേപോലെയൊക്കെയാണ്. അകത്താണെങ്കിൽ ശില്പഭംഗി കൊണ്ട് നിറച്ചിരിക്കുകയാണ്. അല്ലെങ്കിലും ഈ തമിഴ്നാട്ടിലെ ഓരോ ക്ഷേത്രങ്ങൾ എടുത്തു നോക്കിയാലും ശില്പഭംഗി എന്ന് പറയുന്നത് നമുക്കൊക്കെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തേക്കാണ് അല്ലെ. തമിഴ്നാട്ടിലേന്ന് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലെല്ലാം എല്ലാ ദേശത്തും ഉണ്ടായിരിക്കും ഇങ്ങനെ. പക്ഷെ ഞാൻ കൂടുതലും തമിഴ്നാട്ടിലെ അമ്പലങ്ങളിലൊക്കെയാണ് ഇങ്ങനെ കണ്ടിരിക്കണേ കേട്ടോ. അപ്പൊ ഇതില് മൊബൈലിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല പറയുമ്പോൾ എനിക്ക് ഇത്തിരി വിഷമമുണ്ട് കേട്ടോ. എന്നാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അങ്ങനെ മൊബൈൽ കൊണ്ടുപോകാൻ പാടില്ല പറയുമ്പോൾ എനിക്ക് അത്ര വലിയ വിഷമമൊന്നും തോന്നാറില്ല. കാരണം അതിനകത്ത് ശില്പഭംഗിക്കല്ലല്ലോ പ്രാധാന്യം, നമ്മുടെ ഉണ്ണികൃഷ്ണനാണല്ലോ പ്രാധാന്യം. ഇവിടെ ശില്പഭംഗിക്കും തത്തുല്യമായ പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒന്ന് കാണിക്കണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ സാധ്യമല്ല. എന്തായാലും അനേക ശില്പഭംഗിയൊക്കെയുള്ള ഈ ഒരു ശുചീന്ദ്രം ക്ഷേത്രത്തിലേക്ക് വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് തൊഴുതോളൂ കേട്ടോ. ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് തൊഴേണ്ടത് ആവശ്യമാണ്. വളരെ നല്ല അറ്റ്മോസ്ഫിയറാണ്. തൊഴുതാലും നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതാണ്, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മഹാദേവൻ അല്ലെങ്കിൽ ത്രിമൂർത്തികൾ എല്ലാവരും നമ്മൾ കൃഷ്ണാരിമിത്രങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം.